السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിലത്തെ റെക്കോർഡ് കിട്ടിയിട്ടില്ല. അപ്പൊ ഒന്നും കൂടി എടുത്താലേ ഈ ഭാഗം. നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് വേണ്ടേ? ഞാൻ റെക്കോർഡ് ചെയ്തിനോ, റെക്കോർഡ് ആയിട്ടില്ല തോന്നുന്നുണ്ട്. അതല്ലേ അതേനു ഡാനിയുടെ ക്ലാസ് ഗ്രൂപ്പിൽ. ആ അപ്പൊ ഒന്നും കൂടി എടുത്ത് തരട്ടെ ഈ 20th ചാപ്റ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ 20th ചാപ്റ്ററിൽ എന്തിനാ പഠിച്ചത്? നമ്മള് കഴിഞ്ഞ 19th ഓപ്പോസിറ്റ് ആണ് എന്ത് ഈ 20. കഴിഞ്ഞ 19th ചാപ്റ്ററിൽ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ്. അത് വെച്ചാല് നമ്മള് അതത് മാതൂത് പഠിച്ച്. അപ്പൊ മുമ്പത്തെ ചാപ്റ്ററില് നമ്മള് അതത് മുദക്കറായിട്ടും മാതൂത് മുഅന്നസ് ആയിട്ട് വരുന്നതാണ് പഠിച്ചത്. അപ്പൊ ഇതിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പഠിക്കുന്നത്. ഇതിൽ അതത് മുഅന്നസ് ആയിട്ടും മാതൂത് മുദക്കറായിട്ടാണ് വരാം. അഥവാ അതത് മുഅന്നസ് ആയിട്ട് വരുമ്പോ അതിന്റെ മാതൂത് എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. അതിന്റെ ഓപ്പോസിറ്റ് തന്നെ അങ്ങോട്ട് പോകും. അതത് മുദക്കറായിട്ട് വരുമ്പോ മാതൂത് മുഅന്നസ് ആയിട്ട് വരണം. അതാണ് 19th ചാപ്റ്ററിൽ പഠിച്ചത്. ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതത് മുഅന്നസ് ആയിട്ട് വരുമ്പോൾ അതിന്റെ മാതൂത് എന്തായിട്ട് വരും? മുദക്കറായിട്ട് വരും. മുദക്കർ. പിന്നെ മാതൂദിന് എന്തുണ്ടാവും? എന്ത് സ്പെഷ്യലാ ഉണ്ടാവാ മാതൂദിന്? 3 മുതൽ 10 വരെ ജമ്മായിരിക്കും മജ്റൂറായിരിക്കും. ജം ആയിരിക്കും, ബഹുവചനമായിരിക്കും, മജ്റൂറായിരിക്കും. ഇത് രണ്ടും ആണ്. പിന്നെ മറ്റൊന്ന് അതത് മുഅന്നസ് ആണെങ്കിൽ മഅദൂദ് മുദക്കർ ആയിരിക്കണം. അല്ലെങ്കിൽ അതത് മുഅന്നസ് ആണെങ്കിൽ മഅദൂദ് എന്തായിരിക്കണം? മുദക്കർ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം പഠിച്ചിരുന്നു. 10 എന്താ പറയാ? 10 മുഅന്നസ് ആയിട്ട് പറയുമ്പോ ഷറത്തുൻ അല്ല, ഷീന് ഫതഹ. ഷീന് സുക്കൂൻ അഷ്റുൻ. മുദക്കറായിട്ട് വരുമ്പം ഷീന് സുക്കൂന്. മുഅന്നസ് ആയിട്ട് വരുമ്പോഴോ ഫതഹ. അഷറത്തുൻ ഫതഹ. അഷറത്തിന് ഫതഹ്, ഷീന് ഫതഹ്. അപ്പൊ ഒന്നും കൂടി വായിക്കാം. ലൈല യാ സൽമ അഫി ഫസ്ലിക്കി തോലിബാത്തും മിന സീനി വൽ യാബാനി. സൽമ അഫി ഫസ്ലിക്കി, നിന്റെ ക്ലാസ്സിലുണ്ടോ? തോലിബാത്തുൻ, വിദ്യാർത്ഥിനികൾ, മിന സീനി, ചൈനയിൽ നിന്നും, വൽ യാബാൻ, ജപ്പാനിൽ നിന്നും. ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും നിന്റെ ക്ലാസ്സിൽ വിദ്യാർത്ഥിനികൾ ഉണ്ടോ? അപ്പൊ സൽമ പറയാണ്, നഅം, അതെ, ഫി ഫസ്ലിന, ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ട്. ഹംസു തോലിബാത്തിൻ, 5 വിദ്യാർത്ഥിനികൾ, മിനസീനി, ചൈനയിൽ നിന്ന്, വ അർബഉ തോലിബാത്തിൻ, 4 വിദ്യാർത്ഥികൾ, മിനൽ യാബാൻ, ജപ്പാനിൽ നിന്നും, വ സമാനി തോലിബാത്തിൻ, 8 വിദ്യാർത്ഥികൾ, മിൻ ഇന്തോനേഷ്യ, ഇന്തോനേഷ്യയിൽ നിന്ന് 8 വിദ്യാർത്ഥിനികളും ഉണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച കാണാം, ഇവിടെ എന്താണ്? അതത് മുദക്കറായിട്ട് വരുമ്പോൾ അതിന്റെ മാതൂദ് എന്തായിട്ട് വന്നു? മുഅന്നസ് ആയിട്ട് വന്നു. തോലിബാത്തിൻ, കണ്ടില്ലേ? ഹംസു തോലിബാത്തിൻ, അർബഉ തോലിബാത്തിൻ, സമാനി തോലിബാത്തിൻ. അപ്പൊ ഇവിടെ അതത് മുദക്കറായിട്ട് വന്നപ്പോൾ അതിന്റെ മാതൂദ് എന്തായി മാറി? മുഅന്നസ് ആയിട്ട് മാറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതത് മുഅന്നസ് ആയിട്ട് വരുന്നതാണ് പഠിച്ചത്. 19th ചാപ്റ്ററിൽ അതേനു കേട്ടോ പഠിച്ചത്. അതത് മുഅന്നസ് ആയിട്ട് വരുന്നിട്ട് അതിന്റെ മാതൂദ് മുദക്കറായിട്ട് വരുന്നത്. ഇതില് അതത് മുദക്കറായിട്ട് വന്നിട്ട് മാതൂദ് മുഅന്നസ് ആയിട്ട് വരുന്നതാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്, ഈ ചാപ്റ്ററിൽ. അപ്പൊ ഇവിടെ ഒക്കെ കാണാം, ഹംസു തോലിബാത്തിൻ, അർബഉ തോലിബാത്തിൻ, സമാനി തോലിബാത്തിൻ. ഇവിടെ ഒക്കെ എന്താണ്? അതത് മുദക്കറും അതിന്റെ മാതൂദ് മുഅന്നസുമാണ്. ലൈല വഫി ഫസ്ലിന, ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. സലാസു തോലിബാത്തിൻ, 3 വിദ്യാർത്ഥിനികൾ, മിനൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്ന്, സിത്തു തോലിബാത്തിൻ, 6 വിദ്യാർത്ഥിനികൾ, മിനൽ ഫിലിപ്പീൻ, ഫിലിപ്പീനിൽ നിന്നും 7 വിദ്യാർത്ഥിനികൾ, 6 വിദ്യാർത്ഥിനികളും ഉണ്ട്. സബുഉ തോലിബാത്തിൻ, 7 വിദ്യാർത്ഥികൾ, മിനൽ കുവൈത്ത്, കുവൈത്തിൽ നിന്നുമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ട്. സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ
നമ്മള് മിൻ വന്നാല് കസ്റിട്ട് കൊടുക്കുന്നത് എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മൾ പറഞ്ഞ ചില സ്ഥലത്തിന്റെ പേരിന്റെ കൂടെ കസ്റ ഉണ്ടാവൂലാന്ന്. അപ്പൊ ഇവിടെ കസ്റ നമ്മളെങ്ങനെ മനസ്സിലാക്കുക അവിടെ കസ്റ വേണോ വേണ്ടത്? ഇവിടൊക്കെ അല്ല് സ്ഥലത്തിന്റെ ആ ഒരു അല്ല് സ്ഥലത്തിന്റെ കൂടെ അല്ലുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തിടാം? കസ്റ ഇടാം. ഓക്കെ. കസരട സൽമ കം ഉഹ്തൻ ലക്കി യാ ലൈല. ലൈല നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട്? കം ഉഹ്തൻ ലക്കി, ഇവിടെ ലക്കി വരാൻ കാരണം ലൈലനോടാ ചോദിക്കുന്നത്. കം ഉഹ്തൻ ലക്കി യാ ലൈല. ലൈല നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട്? അപ്പൊ ലൈല പറയാണ് ലീ എനിക്കുണ്ട് സലാസു അഹവാത്തിൻ 3 സഹോദരിമാർ ഉണ്ട് എനിക്ക്. സൽമ വ കം അഹൻ ലക്കി നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? ലൈല പറയാണ് ലീ എനിക്കുണ്ട് ഹംസത്തു ഇഹ്വത്തിൻ 5 സഹോദരന്മാർ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ എന്തേനു? ഹംസത്ത് ഇഹ്വത്തിന്. ഇഹ്വത്ത് എന്നുള്ളത് മുദക്കറാണോ മുഅന്നസാണോ? ഇഹ്വത്ത് എന്നുള്ളത് മുദക്കർ അതെന്താ മുദക്കറാവാൻ കാരണം എന്താണ്? അഹുന്റെ ആ അഹുന്റെ ബഹുവചനാണ്. അഹുന്റെ ബഹുവചനാണ് ഇഹ്വത്ത് എന്നുള്ളത്. അപ്പൊ അവസാനം ഈ റൗണ്ടത്തെ കണ്ടതിനോണ്ട് വിചാരിക്കരുത് അത് മുഅന്നസ് ആണെന്ന് വിചാരിക്കരുത്. അഹുന്റെ ബഹുവചനാണ് എന്ത്? ഇഹ്വത്ത്. അപ്പൊ അത് മുദക്കറാണ്. അപ്പൊ അത് മുദക്കറായതുകൊണ്ട് ഹംസത്ത് എന്നുള്ളത് മുഅന്നസായി. അതത് മുഅന്നസ്. സൽമ ലക്കി നിനക്കുണ്ട് സലാസു അഹ്വാത്തിൻ 3 സഹോദരിമാരും വ ഹംസത്ത് ഇഹ്വത്തിൻ 5 സഹോദരന്മാരും. ലൈല നഅം അതെ. വ കം അഹൻ വ ഉഖ്തൻ ലക്കി നിനക്ക് എത്ര സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്? സൽമ ലീ എനിക്കുണ്ട് അർബഅത്തു ഇഹ്വത്തിൻ 4 സഹോദരന്മാരും വ അർബഉ അഹ്വാത്തിൻ 4 സഹോദരിമാർ എനിക്കുണ്ട്. ലൈല ലീ എനിക്കുണ്ട് ജമീലത്തുൻ. ജമീലത്തുൻ പറഞ്ഞ എന്താ? ജമീലത്തുൻ ഫ്രണ്ട് കൂട്ടുകാരി കൂട്ടുകാരി എന്ന് പറയാം. ക്ലാസ്മേറ്റ് ആണ് ഇവിടെ. എനിക്കുണ്ട് ഒരു ക്ലാസ്മേറ്റ്. ഇസ്മുഹ അവളുടെ പേര് ഹദീജത്തു എന്നാണ്. അപ്പൊ ഇവിടെ എന്താ ഹദീജത്തിന് 2 ലൊമ്മ ഇല്ലാത്തത്? തെൻവീൻ ഇല്ലാത്ത എന്തുകൊണ്ടാ? ചില നാമങ്ങള് ചില നാമങ്ങളില് ഈ സ്ത്രീലിംഗമായത് സ്ത്രീകളുടെ നാമത്തില് ആ സ്വായിന് സ്വാ വരുമ്പോൾ ഒരു ലമ്മ വരുള്ളൂ. സ്ത്രീലിംഗ നാമങ്ങൾക്ക് എന്തുണ്ടാവില്ല? ഒരു തെൻവീൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഏത് നാമത്തിനും ഉണ്ടാവില്ല. നമ്മള് ആണുങ്ങളെ പേര് പറയുമ്പോ അവസാനം താമർബുത്തുള്ളതിനും ഒന്നും ഉണ്ടാവില്ല. ലൊമ്മ അല്ല തെൻവീൻ ഉണ്ടാവില്ല. ഉണ്ടാവുകയില്ല. ലഹ അവൾക്കുണ്ട് സമാനിയത്തു ഇഹ്വത്തിൻ 8 സഹോദരന്മാർ വ സമാനി അഹ്വാത്തിൻ 8 സഹോദരിമാരും അവൾക്കുണ്ട്. ഈ ചാപ്റ്ററിൽ എന്താ ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കി. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഇക്റ വക്തു വായിക്കുക എന്നിട്ട് എഴുതുക. ഇതെന്താണ്? സലാസു തോലിബാത്തിൻ അർബഉ തോലിബാത്തിൻ ഹംസു തോലിബാത്തിൻ സിത്തു തോലിബാത്തിൻ. ഇവിടൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അതത് അല്ല മഹദൂദ് മുഅന്നസ് ആയപ്പോൾ അതിന്റെ അതത് എന്തായി? മുദക്കറായി. അഥവാ എണ്ണപ്പെടുന്ന വസ്തു എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതത് മുഅന്നസാണോ മുദക്കറാണോ തീരുമാനിക്കുക. അപ്പൊ ഇവിടെ എണ്ണപ്പെടുന്ന വസ്തു എന്താണ്? തോലിബ് വിദ്യാർത്ഥിനികളാണ്. അപ്പൊ വിദ്യാർത്ഥിനികൾ എന്താണ്? സ്ത്രീലിംഗമാണ്. അപ്പൊ എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമായതുകൊണ്ട് എണ്ണം എന്തായി? പുല്ലിംഗമായി. പിന്നെ എണ്ണപ്പെടുന്ന വസ്തുവിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട്? അത് മജ്റൂർ ആയിരിക്കണം, ബഹുവചനമായിരിക്കണം. പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കാനുള്ളത് അഷറ എന്ന് എഴുതുമ്പോ എന്താണ്? അഷറ എന്ന് എഴുതുമ്പോ അഷറത്തു മുഅന്നസ് ആയിട്ട് എഴുതുമ്പോ സുക്കൂനും പത്തവും സുക്കൂന് വേണം. ഷീന് സുക്കൂന് മുഅന്നസിന് മുഅന്നസ് ആകുമ്പോ ഷീന് ഫത്തഹ ഇടണം. മുദക്കറായിട്ട് വരുമ്പോ ഷീന് സുക്കൂനും ഇടണം. അത് മാറരുത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി അടുത്തത്
ഒന്ന് ആരാ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം, സംസാരിക്കുന്നത് ആരാച്ചാല്. ഇനി അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി ഇക്ര വക്തു. ഓരോരുത്തർ വായിച്ചോളി, ഞാൻ പേര് വിളിക്കണോ? ഫസ്റ്റ് ആരാണ്? സീനത്ത് വായിച്ചോളി. ഫീ ബൈത്തിന ആ സലാസു ഉറഫിൻ. അർത്ഥം പറഞ്ഞോളൂ. അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു, ഒന്നും കൂടി പറഞ്ഞോളൂ. ഞങ്ങളുടെ വീട്ടില് 3 റൂമുകളുണ്ട്, 3 ഉറഫ് മുറികളുണ്ട്. ഉറഫുൻ പറഞ്ഞാല് റൂമുകൾ. അതിന്റെ ഏകവചനം എന്താ? ഉർഫത്തുൻ. 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 ഉർഫത്തുൻ ബഹുവചനാണ് ഉറഫുൻ. ഇനി അടുത്തത് രണ്ടാമത്തത് നസീറ ഹസൻ. 2. നസീറ ഹസൻ. ഫിൽ ജാമിയാത്തി അഷ്റു ഹാഫിലാത്തി. അർത്ഥം യൂണിവേഴ്സിറ്റിയിൽ 10 ബസ്സുകളുണ്ട്. ബസ്സുകളുണ്ട്. അപ്പൊ ഹാഫിലാത്തിന്റെ ഏകവചനം എന്താണ്? ഹാഫിലത്തുൻ. ഹാഫിലത്തുൻ ജംഅ ഹാഫിലാത്തുൻ. അടുത്തത് റസീന ടീച്ചർ 3. في هذه المدرسة അല്ല ഫി ഹാദിഹി المدرسة 8 مدرسات. ഈ മദ്രസയിലുണ്ട് 8 അധ്യാപികമാർ. അടുത്തത് ഐഷ 4. ആയിഷത്തെ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? നിങ്ങൾ പറയുന്നുണ്ടോ? ഫി നാലാമത്തെ അബ്ബാസുൻ ലഹു സബഉ ബനാത്തിൻ. അബ്ബാസ് അദ്ദേഹത്തിനുണ്ട് 7 പെൺകുട്ടികൾ. ഇനി അടുത്തത് 5. അമെന്ന് പറഞ്ഞ ഷാഹിനല്ലേ അമെന്നുള്ളത്? വായിച്ചോളൂ. ഫീ ബൈത്തിന തിസ്ഉ ദജാജത്തിൻ. ദജാജാത്തിൻ. അർത്ഥം ഞങ്ങളുടെ വീട്ടിലുണ്ട് 9 കോഴികൾ. ഇനി 6. സീനത്ത്. ഫിൽ ജാമിയത്തി 5 കുല്ലിയാത്തിൻ. ഈ യൂണിവേഴ്സിറ്റിയില് 5 കോളേജുകൾ ഉണ്ട്. അവിടെ ഈന്നുള്ളതിന് എന്തെങ്കിലും ഉണ്ടോ? ഹാദാന്നുണ്ടോ? ഈ യൂണിവേഴ്സിറ്റിയിൽ 5 കോളേജുകൾ ഉണ്ട്. അടുത്ത റസീന ടീച്ചർ 7. المستشفى 10 طبيبات و4 ممرضات. ഹോസ്പിറ്റലിലുണ്ട് 10 തൊബീബാത്തിൻ 10 തൊബീബാത്തിൻ 10 പുരുഷ ഡോക്ടർമാരും 4 മുമർജിദാത്തിൻ. അഷ്റു തൊബീബാത്തിൻ. സ്ത്രീ ഡോക്ടർമാർ, ലേഡി ഡോക്ടർമാരും 4 മുമർജിദാത്തിൻ 4 നഴ്സുമാരും ഉണ്ട്. അടുത്തത് ഐഷ 8. ഖാലിദുൻ ലഹു സലാസു അബ്നാഇൻ ഖാലിദുൻ ലഹു സലാസു അബ്നാഇ. നോക്കി വായിച്ചു നോക്കി. സലാസത്തു. ഖാലിദുൻ ലഹു സലാസത്തു അബ്നാഇൻ വ 4 ബനാത്തിൻ. ഖാലിദിന് 3 ആൺമക്കളും 4 പെൺമക്കളും ഉണ്ട്. അടുത്തത് 9. നസീറ ഹസൻ. ലി ഹംസത്തു ഇഖ്വത്തിൻ വസിത്തു അഖ്വാത്തിൻ. എനിക്ക് 5 സഹോദരങ്ങളും 6 സഹോദരിമാരുമുണ്ട്.
ആ അടുത്തത് ഷാഹിന. എത്രാമത്തെ? പത്താമത്തത്. 10. അത് സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഫി ഹാദൽ കിതാബി ആ അഷറത്തു ദുറൂസിൻ. അഷറത്ത് ദുറൂസിന് അർത്ഥം ഈ ഈ ഈ ഈ പുസ്തകത്തിൽ 10 പാഠങ്ങളുണ്ട്. 10 പാഠഭാഗങ്ങളുണ്ട്. അടുത്തത് 11 സീനത്ത്. ലന അർബഅത്തു അഗ്മാമിൻ വഖംസു അമ്മാത്തിൻ. ഞങ്ങൾക്ക് 4 പിതൃ സഹോദരന്മാരും 5 പിതൃ സഹോദരിമാരും ഉണ്ട്. 12 ബസ്സിന് ടീച്ചർ. ഈ ബലദി ഹംസു ജാമിയാത്തിൻ. എന്റെ നാട്ടില് 5 യൂണിവേഴ്സിറ്റികളുണ്ട്. ഇനി അടുത്ത 13 നസീറ. في هذا الدرس 8 كلمات جديدة. അർത്ഥം ഈ ക്ലാസ്സിൽ 8 പുതിയ വാക്കുകളുണ്ട്. ഈ പാഠത്തിലേക്കല്ലേ? ഈ ദർസ് പറഞ്ഞ ക്ലാസ്സിൽ കേട്ടോ, പാഠഭാഗത്തിൽ. ഈ പാഠഭാഗത്ത് 8 പുതിയ വാക്കുകളുണ്ട്. അതിലെന്തിനാ കെലിമാത്തിന് എന്താണ് ജദീദ്? അതാർക്കും പറയാട്ടോ. വിശേഷനാണ്. നാമവിശേഷണം. അപ്പൊ എന്തുകൊണ്ടാ കെലിമാത്ത് ബഹുവചനല്ലേ? അപ്പൊ നാമവിശേഷണം എന്തുകൊണ്ട് ഇതായിട്ട് വന്നത്, ഏകവചനായിട്ട് വന്നത്? ഇത് എണ്ണപ്പെട്ടത് എണ്ണപ്പെട്ട അല്ല, ബുദ്ധി. കെലിമാത്ത് എന്താണ്? ബുദ്ധി ഇല്ലാത്തതാണ്. അപ്പൊ അതിന്റെ വിശേഷണം എന്തായിട്ട് വരണം? സ്ത്രീലിംഗ ഏകവചനായിട്ട് വരണം. അടുത്തത് ജദീദത്തിൻ ആയിഷ. അല്ലേ? അല്ല, ജദീദത്തോ? ജദീദത്തിൻ. ഇന്ദി സലാബു മജല്ലാത്തിൻ. എന്റെ അടുത്ത് 3 മത്സ്യങ്ങളുണ്ട്. മാഗസിൻസ് ഉണ്ട്. സോറി. മജല്ലത്തിന് ബഹുവചനാണ് മജല്ലാത്തുൻ, മാഗസീൻസ്. ഇനി അടുത്ത ആക്ടിവിറ്റി, അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മുസ്താമിലൻ ഉപയോഗിച്ച്, അൽ അദദ മദ്കൂറ അമാമഹ, അതിന്റെ മുമ്പിൽ മെൻഷൻ ചെയ്ത നമ്പർ ഉപയോഗിച്ച്. അഥവാ ഇവിടെ ഓരോ ക്വസ്റ്റിന് നേരെ നമ്പർ ഉണ്ട് റെഡ് കളറില്. അപ്പൊ നിങ്ങൾ അതിന് ആൻസർ പറയുമ്പോൾ എന്താണ്, ആ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ആൻസർ പറയേണ്ടത്. അല്ലാതെ നിങ്ങളെ ഇഷ്ടത്തിനല്ല പറയേണ്ടത്. ആ മുമ്പിൽ മെൻഷൻ ചെയ്ത ഓരോ ക്വസ്റ്റ്യന്റെയും നേരെ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പർ ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. അപ്പൊ ഒന്ന് ഓരോരുത്തർ വായിക്കുന്നവര് ക്വസ്റ്റ്യനും പറയാം, അതിന്റെ അർത്ഥവും പറയാം, ആൻസറും പറയാം, അതിന്റെ അർത്ഥവും പറയാം കേട്ടോ. ഫസ്റ്റ് ഇപ്പൊ ആരാ വായിച്ച? ഐഷ അല്ല. ഇനിയിപ്പോ അടുത്ത് ഷാഹിന. 1. കം അഹല്ലക ലി സിത്തത്തി ഇഹ്വത്തിൻ. അല്ല, കം അഹല്ലക്ക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നിനക്ക് എത്ര സഹോദരങ്ങളുണ്ട്? അപ്പൊ അതിന്റെ ആൻസർ ലി സിത്തത്തി ഇഹ്വത്തിൻ. അവിടെ എന്തുകൊണ്ട് നിങ്ങൾ സിത്തത്തിന്ന് പറഞ്ഞത്? അവിടെ സിത്തത്തി പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ കെസർ കൊടുക്കേണ്ട എന്തെങ്കിലും അത് വന്നിക്കണോ? ഇല്ല. അപ്പൊ എന്താ പറയണ്ടേ? സിത്തത്തു. ലി സിത്തത്തു ഇഹ്വത്തിൻ. അർത്ഥം ലി സിത്തത്തു ഇഹ്വത്തിൻ പറഞ്ഞാല് എനിക്ക് 6 സഹോദരങ്ങളുണ്ട്. 6 സഹോദരൻ. ഇനി അടുത്ത 2 സീനത്ത്. കം ഉഖ്തൻ ലക. നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? ലി ഹംസു അഖ്വാത്തിൻ. അർത്ഥം പറയണം. ഓക്കെ. എനിക്ക് 5 സഹോദരിമാരുണ്ട്. 5 സഹോദരിമാരുണ്ട്. നിങ്ങളെ ഫുൾ നെയിം എന്താണ് സീനത്തിന്റെ? സീനത്ത് ബീന്നുണ്ട്. സീനത്ത് നിങ്ങളാണ് UAE-യിലുള്ളത്? അതെ. നിങ്ങളല്ലേ ഈ അടുത്തേക്ക് മെസ്സേജ് അയച്ചത് ആൻസർ ഷീറ്റ് ലേറ്റ് ആയിട്ട്? ഞാൻ തന്നെ. എനിക്കൊരു കൺഫ്യൂഷൻ, അത് നിങ്ങൾ തന്നെയാണോ അല്ലേ?
ഞാൻ തന്നെയാണ്. ഞാൻ മറ്റേതിലും ഉണ്ട് യുക്യോമിന്റെ ആ ആ ആ ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയിലും ഉണ്ട്. ആ ആ അടുത്തത് റസീന ടീച്ചർ 3. ഓക്കെ. നേരത്തെ പറഞ്ഞ ആള് അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ ഏത് സെമസ്റ്റർ എത്തി? സീനത്തിത്ത? നമ്മളിപ്പോ ഡയമണ്ട് സെഷൻ ആയി ഇപ്പോ. ഓക്കെ. 8ഓ 7ഓ? 8ാമത്തെ ആറായിരിക്കൂലേ? ഡയമണ്ട് 6ആണ് ഡയമണ്ട് അല്ലേ? 6. ഡയമണ്ട് 6. ഓക്കെ. അപ്പൊ ഞാൻ എത്രയും കം ബക്കറത്തൻ ബക്കൽ കം ബക്കറത്തൻ ഫിൽ ഹഖ്ലി. വയലിൽ ആ. എത്ര പശുക്കളുണ്ട്? ആ ഫിൽ ഹഖ്ലി അല്ലെങ്കിൽ ഫീഹി ആ അഷ്റു ബക്കറാത്തിൻ. ആ അവിടെ 10 പശുക്കളുണ്ട്. ഫീഹി പറഞ്ഞ അവിടെ എന്നല്ല, അതിലുണ്ട് നട്ട പറയുന്നത്. അവിടെ എന്ന് പറയുമ്പോ അർത്ഥം മാറും. അതിലുണ്ട് അതിലുണ്ട് 10 പശുക്കൾ. പശുക്കൾ. അടുത്ത 4 നസീറ. കം തോലിബത്തൻ ജദീദത്തുൻ ഫിൽ ഫസ്ലി. കം തോലിബത്തൻ ജദീദത്തു ഫിൽ ഫസ്ലി. ജദീദത്തു എന്നല്ല. അർത്ഥം നിങ്ങളുടെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കി. എത്ര വിദ്യാർത്ഥികൾ, പുതിയ വിദ്യാർത്ഥികളുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞ? പുതിയ വിദ്യാർത്ഥികൾ. അപ്പൊ ആ ജദീദത്ത് എന്നുള്ളത് എന്താണ്? തോലിബത്തിന്റെ തോലിബത്തിന്റെ അതിന്റെ വിശേഷണം. അപ്പൊ ജദീദത്തൻ. ജദീദത്തൻ. അപ്പൊ എന്നാ വായിച്ചോളി. ഞാൻ ഈ ക്ലാസ് ഇടയിൽ ഫോൺ വന്നോണ്ട് എനിക്ക് ശരിക്കും കേട്ടില്ല ആൻസർ പറയല്. അല്ല, നിങ്ങള് ഇത് വായിച്ചാ മതി. കൊഴപ്പില്ല, നിങ്ങള് വായിച്ചോളി. അതിന് ആൻസർ പറയുമ്പോ അതിനുള്ള മുമ്പിലുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പർ ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോളി. കം തോലിബത്തൻ ജദീദത്തൻ ഫിൽ ഫസ്ലി. അർത്ഥം എത്ര വിദ്യാർത്ഥികളുണ്ട്, നിന്റെ പുതിയ വിദ്യാർത്ഥികളുണ്ട് നിന്റെ ക്ലാസ്സിൽ. ക്ലാസ്സിൽ നിന്റെ എന്ന് പറയാൻ അവിടെ നിന്റെ എന്നുള്ള ഫസ്ലിക്കാനില്ല. അപ്പൊ ക്ലാസ്സിൽ എത്ര പുതിയ വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ ആൻസർ ക്ലാസ്സിൽ അല്ലെങ്കിൽ അതിൽ ഫിൽ ഫസ്ലി. ഫിൽ ഫസ്ലി. ഇവിടെ പുതിയ വിദ്യാർത്ഥിനികളാണ് ചോദിക്കുന്നത്. വിദ്യാർത്ഥികളല്ല. അപ്പൊ ഫീഹി എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസ് ആണ്. ഫീഹി തിസ്ഉ തോലിബാത്തിൻ. പുതിയത് എന്നുള്ളത് എന്താ? തോലിബാത്ത് എന്നുള്ളത് എന്തായി? ബുദ്ധിയുള്ളതല്ലല്ലോ വിദ്യാർത്ഥിനികൾ എന്നുള്ളത്. അപ്പൊ അതിന്റെ ബഹുവചനം എന്തായിരിക്കണം? അല്ല, അതിന്റെ നാമവിശേഷണം എന്തായിരിക്കണം? ബഹുവചനായിരിക്കണം. അപ്പൊ തോലിബാത്തിൻ ജദീദെന്നുള്ളതിൻ്റെതും ജദീദത്തുന്നുള്ളതിൻ്റെയും ബഹുവചനം ജുദൂദുന്നാണ്. അല്ലാതെ സ്ത്രീലിംഗത്തിന് വേറെ ബഹുവചനം, പുല്ലിംഗത്തിന് വേറെ ബഹുവചനം ഇല്ല. ജദീദും ജദീദത്തുന്നുള്ളതിന്റെ ബഹുവചനാണ് ജുദൂദുൻ. ഓക്കെ. അപ്പൊ എന്താണ്? ഫീഹി തിസ്ഉ തോലിബാത്തിൻ. എന്താണ്? ജുദൂദിൻ. അപ്പൊ ജുദൂദിൻ. തോലിബാത്തിന് മജ്റൂർ ആയതുകൊണ്ട് ജുദൂദിന് എന്തായിരിക്കണം? മജ്റൂർ ആയിരിക്കണം. അടുത്തത് 5ാമത്തേത് ആയിഷ. കം തബീബത്തുൻ കമ്മിന് ശേഷം വരുന്നത് എന്തായിരിക്കണം? തബീബത്തൻ ഫി മുസ്തഷ്ഫാൽ വിലാദത്തി. അർത്ഥം പ്രസവത്തിന്റെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ എത്ര ലേഡി ഡോക്ടേഴ്സ് ഉണ്ട്? ആൻസർ
ഫീഹി ആ സമാനി ആ തൊബീബാത്തിൻ. ഫീഹി സമാനി തൊബീബാത്തിൻ. അർത്ഥം ഉം, അതിൽ 8 ലേഡി ഡോക്ടേഴ്സ് ഉണ്ട്. അടുത്തത് 6 ഐഫോൺ നസീറ. നസീറ ഐഫോൺ നസീർ, മറ്റേ നസീറ അല്ല, ഇപ്പൊ പുതിയ വന്നത്. എന്നാ അടുത്ത സീനത്ത് വായിച്ചോളി. കം 6 ഹാഫിൽ ഓക്കെ കം ഹാഫിലത്തൻ ഫിൽ ജാമിയത്തി. കം ഈ ഹാഫിലത്തൻ. കം ഹാഫിലത്തൻ ഫിൽ ജാമിയത്തി. ആ യൂണിവേഴ്സിറ്റിയിൽ എത്ര ബസ്സുണ്ട്? ബസ്സുകൾ. എത്ര ബസ്സുകളുണ്ട്? ആ ഉം, ഫീഹ ആ സിത്തു ഹാഫിലാത്തിൻ. ഹാഫിലാത്തിൻ. ഉം. അവിടെ ഫീഹ വരെ. ഫീഹ വരാനാണ് ജാമ്യത്ത് സ്ത്രീലിംഗ ആയതുകൊണ്ട്. ഓക്കെ. അതിൽ 6 ബസ്സുകളുണ്ട്. 6 ബസ്സുണ്ട്. അടുത്തത് റസീന ടീച്ചർ. കം ഇബ്നൻ ലക. നിനക്ക് എത്ര അങ്ങനെയാണോ ആൺമക്കളുണ്ട്? വായിക്കേണ്ടത്? കം ഇബിനൻ എന്നാണോ വായിക്കേണ്ടത്? അല്ല, കമിബിനൻ. 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 കമിബിനൻ ലക. ആ നിനക്ക് എത്ര ആൺമക്കളുണ്ട്? ആ ലീ അർബഅത്തു അബ്നാഇ. എനിക്ക് 4 ആൺമക്കളുണ്ട്. അടുത്തത് നസീറ ഹസൻ. 8. കം ബിൻതൻ ലക. ആ നിനക്ക് എത്ര പെൺമക്കളുണ്ട്? ആ ലീ ആ 8 9 8 സമാൻ 7 സബ്ഉ ആ ബനാത്തി. ആ അർത്ഥം എനിക്ക് 7 പെൺമക്കളുണ്ട്. ഇനി അടുത്ത 9. ആയിഷ. കം ആ കം ജാമിഅത്തൻ ഫി ബിലാദിക. ബിലാദിക്കാന്നല്ല, ബലദിക. ബലദിക്ക. ബലദിക. അർത്ഥം ഈ നാട്ടിൽ ഈ നാട്ടിലല്ല, ഈ ബലദിക്ക എന്നാണ്. ബലദിക്ക. നിന്റെ നാട്ടിൽ എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്? ആ ഫീഹി സലാസു ജാമിഅത്തിൻ. ഇവിടെ 3. ഇവിടെന്നല്ല, അല്ല ഇവിടെ അർത്ഥം വരില്ല. അതിൽ 3 യൂണിവേഴ്സിറ്റികളുണ്ട്. അടുത്തത് ഷാഹിന. 10. കം കിതാബൻ ഇന്ദക. ആ നിന്റെ അടുക്കൽ എത്ര ബുക്കുണ്ട്? പുസ്തകങ്ങൾ ഉണ്ട്. പുസ്തകങ്ങളുണ്ട്. ഇന്ദി ഉം. ഇന്ദി സമാനിയ സമാനിയ കിതാബി. അല്ല, സമാനി. സമാനി ഇവിടെ എന്തിനാ എണ്ണുന്നത് നമ്മള്? ബുക്കിന്. ആ ബുക്ക് മുദക്കറാണോ മുഅന്നസ് ആണോ? മുദക്കർ. അപ്പൊ അതിന്റെ അതത് എന്തായിരിക്കണം? മുഅന്നസ് ആയിരിക്കണം. അപ്പൊ എന്താ പറയണ്ടേ? ഇന്ദി. ഇന്ദി ആ സമാനി സമാനി. സമാനി ഓര് മാത്രം പറഞ്ഞാൽ മതി. സമാനിയത്തു. സമാനിയത്ത് ആ കിതാബ്. കിതാബിന്റെ ബഹുവചനം കുത്തുബ്. കുത്തുബുൻ. കുത്തുബിനാണ് മഹദൂദിനാണ്. കുത്തുബിൻ. ഇന്ദി സമാനിയത്ത് കുത്തുബിൻ. അടുത്ത ആക്ടിവിറ്റി. കംബിൻ 8ാമത്തെ കംബിൻ തൻ ലക്കി എന്നല്ല വരിക. എവിടെ?
അവിടെ നമ്മൾ ആരോടാ ചോദിക്കുന്നത് അവിടെ സ്പെസിഫിക് അല്ലല്ലോ. നമുക്ക് ബിൻതൻ ലക്കിന്ന് പറയാ ലക്കാന്ന് പറയാ. അതെ. അവിടെ ആരോടാ ചോദിക്കുന്നത് ഇല്ലല്ലോ. ആ അവിടെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, കം ബിൻതൻ ലക്കിന്ന് ചോദിക്കാം ലക്കാന്ന് ചോദിക്കാം. അവിടെ കം ബിൻതൻ ലക്ക യാ മുഹമ്മദ് ചോദിക്കുകയാണെങ്കിൽ അവിടെ ലക്ക. ഇനി കം ബിൻതൻ ലക്കി യാ മറിയമോ ചോദിക്കുകയാണെങ്കിൽ അവിടെ ലക്കി. അവിടെ ആരോടാന്ന് ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ ലക്കിന്ന് ആക്കാം ലക്കാന്ന് ആക്കാം. ബിൻതന്നുള്ളത് ബാധകല്ല അല്ലെ? ബിൻത എന്നുള്ളത് നമ്മള് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ല, ആരോടാ ചോദിക്കുന്നതെന്ന് അവിടെ പറയണില്ലല്ലോ. ആണിനോടാണോ പെണ്ണിനോടാണെന്ന് അവിടെ ചോദിക്കുന്ന സ്പെസിഫിക് അല്ലല്ലോ. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ആണിനോടാണോ പെണ്ണിനോടാണെന്ന് ചോദിക്കുന്നതില്ല. ശരി. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ക്വസ്റ്റ്യൻ എഴുതുമ്പോ ലക്കീന്നും എഴുതാ ലക്കാന്നും എഴുതാം. അവിടെ നമ്മൾ ആരോടാന്ന് ചോദിക്കുന്നത് സ്പെസിഫിക്. അവിടെ യാ മുഹമ്മദ് എന്നുണ്ടെങ്കിൽ അവിടെ ലക്ക. ഇനി അടുത്ത യാ മറിയമോ എന്നാണെങ്കിൽ ലക്കി. ലക്കി. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റി എടുത്തത്. അതെ. ഇനി അടുത്ത ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി എന്താന്ന് വെച്ചാല് ഇക്റഇൽ ജുമലൽ ആത്തിയത്ത, താഴെയുള്ള സെന്റൻസുകൾ വായിക്കുക. വക്തുബുഹ, എന്നിട്ട് അത് എഴുതുക. മാ കിതാബത്തി, ലെറ്റേഴ്സിൽ എഴുതുക. മാ കിതാബത്തിൽ ആദാദിൽ വാരിദത്ത് ഫീഹ ബിൽ ഹുറൂഫി, എന്നിട്ട് അവിടെ എഴുതുക. മാ കിതാബത്ത് എഴുതുക. അൽ ആദാദിൽ വാരിദത്ത്, താഴെ കൊടുത്തിരിക്കുന്ന എന്താ പറയാ നമ്പേഴ്സ് എഴുതുക. ഫീഹ ബിൽ ഹുറൂഫ്, എന്തുകൊണ്ട്? ലെറ്റേഴ്സ് കൊണ്ട്. അതായത് ഇവിടെ കുറച്ച് റെഡ് കളേഴ്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്? നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതെന്താ ചെയ്യാന്? അത് അറബിക് ലെറ്റേഴ്സിൽ നമ്മളോട് എഴുതണം. അഥവാ ഇവിടെ എന്താണ് ഫസ്റ്റത്തത്? ലീ. ഇവിടെ 4 എന്നാണുള്ളത്, അവിടെ 4 നമ്പർ ആണുള്ളത്. അപ്പൊ നമ്മൾ അത് എന്താ പറയണം? അത് ലെറ്റേഴ്സ് ആക്കി പറയണം. അഥവാ ലീ. അപ്പൊ അവിടെ എന്താ പറയേണ്ടത്? അവിടെ എണ്ണപ്പെടുന്ന വസ്തു എന്താണ്? മുദക്കറാണ്. അപ്പൊ എന്തായിരിക്കണം നമ്പർ? ഇഹ്വത്ത് എന്നുള്ളത് എന്താണ്? അഹുന്റെ ബഹുവചനാണ് ഇഹ്വത്ത്. അപ്പൊ ഇഹ്വത്ത് എന്താണ്? മുഅന്നസാണ്. അപ്പൊ അതിന് അതത് എന്തായിരിക്കണം? മുദക്കറല്ലേ? മുദക്കറായിരിക്കും. സോറി. അർബാത്തു ഇഹ്വത്തിൻ. അപ്പൊ അതുപോലെ എന്ത് ചെയ്യണം? താഴെയുള്ള നമ്പേഴ്സ് ഫുള്ള് എന്ത് ചെയ്യണം? ലെറ്റേഴ്സിൽ പറയണം. അപ്പൊ ഞാൻ പറയണവര് വായിച്ചാൽ മതിയെ. ഷാഹിന ഒന്നാമത്തെ വായിച്ചോളി. ലി അർബഅത്തു ഇഖ്വത്തു. ക്വസ്റ്റ്യൻ വായിക്കണം. അല്ല, ലി അർബഅത്തു. ലി അർബഅത്തു ഇഖ്വത്തിൻ ഇഖ്വത്തിൻ വ സലാസു ഇഖ്വാത്തിൻ. അല്ലല്ല, ഞാൻ പറയുന്നവര് മാത്രം വായിച്ചാൽ മതി, വേറെ ആരും വായിക്കണ്ട. വസലാസു ഒഹ്തുൻ ജമ എന്താണ്? ഒഹ്തുൻ ജമ അഖ്വാത്തുൻ. അപ്പൊ അവിടെ എന്താ വായിക്കുക? നിങ്ങൾക്ക് കാണില്ലേ ക്ലിയർ ആയിട്ട്? കാണുന്നുണ്ട്. അപ്പൊ സലാസു അഹ്വാത്തിൻ. അപ്പൊ അർത്ഥം എന്താണ്? എനിക്ക് 4 സഹോദരങ്ങളും 3 സഹോദരിമാരുണ്ട്. ഓക്കെ. അടുത്തത് ഐഷ. മുഹമ്മദുൻ ലഹു ഖംസത്തു അബ്നാഇൻ വസമാനി ബനാത്തിൻ. അർത്ഥം? മുഹമ്മദിന് 5 ആൺമക്കളും 8 പെൺമക്കളും ഉണ്ട്. ഉണ്ട്. അടുത്ത റസീന ടീച്ചർ 3. അഷറത്തു കുത്തുബിൻ സബഉ മജല്ലാത്തിൻ. ഹിന്ദി എൻ്റെ അടുത്തുണ്ട്. അഷറത്ത് കുത്തുബിൻ 10 പുസ്തകങ്ങളും സബഉ മജല്ലാത്തിൻ 7 മാഗസിൻസും ഉണ്ട്. അടുത്തത് ഷാഹിന വായിച്ചു. സീനത്ത്. ഫിൽ മുസ്തശ്ഫ തിസ്ഉ ത്വബീബാത്തിൻ വ
അശറത്തു മുമരിലാത്തിൻ. ആ ഫിൽ കഴിഞ്ഞ സോറി, ഹോസ്പിറ്റലിൽ 9 ലേഡി ഡോക്ടർമാരും 6 ലേഡി നഴ്സുമാരും ഉണ്ട്. ആ അടുത്തത് നസീറ ഹസൻ. ഹിന്ദി ആ അർബാത്തു ഹംസാനി. ആ. ഹുംസാനിൻ. അർബ ഹംസാനി. ഹുംസാനി അല്ല എനിക്ക് കുംസാനിൻ. ഹംസാനിന്റെ മീനിങ് എനിക്കറിയില്ല. ഷർട്ടുകൾ. കമ്മീസ് ഉണ്ടല്ലോ ഒക്കെ. അപ്പൊ കമീസും എനിക്ക് ജമ്മ കുംസാൻ. 4 ഷർട്ടുകളുണ്ട്. ആ അടുത്തത് മറ്റേ നസീറ വായിക്കാൻ കഴിയോ? ഐഫോൺ നസീറ. ലിഹാദിഹി സയ്യാറത്തി ആ അർബഅതു അബ്വാബിൻ. അർത്ഥം ഈ കാറിനുണ്ട് 4 ആ വാതിലുകൾ. 4 വാതിലുകൾ. അടുത്ത ഐഷ. في هذه الكلمة ആ خمسة حروف. ആ ഈ കലിമത്തിൽ ഈ വാക്കിനുണ്ട് ഈ വാക്കിൽ 5 അക്ഷരങ്ങൾ ഉണ്ട്. ആ ഹർഫുൻ ജമ്മാണ് ഹുറൂഫുൻ, 5 ഹുറൂഫ്. അക്ഷരങ്ങൾ. അടുത്തത് റസീന ടീച്ചർ 8. ഈ മദ്രസത്തിന ആ സമാനി മുദരിസാത്തിൻ. എന്റെ ആ മദ്രസയില് ആ 8 എന്റേതല്ല ഫി മദ്രസത്തിന. ഞങ്ങളുടെ മദ്രസയിലുണ്ട് ആ 8 അധ്യാപികമാർ. ആ ഇനി 9 സീനത്ത്. ഫീ ബൈത്തിന, ഒരു മിനിറ്റ് ഉം. ഓണാക്കില്ലേ. ഫീ ബൈത്തിന ആ അഷ്റത്തു റിജാലിൻ വ ആ അഷറ നിസ വ വ അഷറു നിസായിൻ. ആ ആ അർത്ഥം ഞങ്ങളുടെ അല്ല അർത്ഥം പറയണേ, ഞങ്ങളുടെ വീട്ടിൽ 10 പുരുഷന്മാരും 10 സ്ത്രീകളും ഉണ്ട്. ആ ഇനി അടുത്ത നസീറ 10. ذهب أبي ആ إلى الرياض ആ قبل 3 أيام. കബല വന്നാൽ അതിന്റെ ശേഷം എന്ത് കൊടുക്കണം? കബല വന്നാൽ അതിന്റെ ശേഷം ആ എന്ത് കൊടുക്കണം? ആ കസറ് കൊടുക്കണം. ആ قبل കബല 3 ആ أيام. അയ്യാമിൻ. ആ അപ്പൊ അർത്ഥം അബി പോയി അബി റിയാദിലേക്ക് പ- പോയി. അബി പറഞ്ഞാൽ എന്താണ്? എന്റെ എന്റെ ഉപ്പ ഉപ്പ. ആ റിയാദിലേക്ക് പോയി 3 ദിവസം മുമ്പ്. 3 ദിവസങ്ങൾക്ക് മുമ്പ്. ദിവസങ്ങൾ മുമ്പ്. യൗമുൻ ജമ്മ അയ്യാമ്. അടുത്തത് ആ. 5ാമത്തെ ആക്ടിവിറ്റി. 5ാമത്തെ ആക്ടിവിറ്റി ഉക്തുബിൽ അദദ മിൻ സലാസ ഇല അസ്ര. 3 മുതൽ 10 വരെയുള്ള നമ്പറുകൾ എഴുതുക. വജൽ കുല്ലൻ മിനൽ കെലിമാത്തിൽ ആത്തിയത്തി മാദൂദല്ല. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ പദങ്ങൾ മുഴുവൻ എന്താക്കുക? ആ അതതിന്റെ മാദൂദാക്കുക. അഥവാ 3 മുതൽ 10 വരെ നമ്പർ എഴുതിയിട്ട് അതിന്റെ മാദൂദാക്കിയിട്ട് എന്താ ചെയ്യുക? താഴെയുള്ള പദങ്ങൾ എഴുതുക. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ഫുള്ള് എന്താണ്? സയ്യാറത്തുൻ, ഉഹ്തുൻ, തോലിബത്തുൻ, മച്ചല്ലത്തുൻ, ബിൻതുൻ, സാദിൻ. ഇതൊക്കെ ഈ പദങ്ങൾ എന്താണ്? സ്ത്രീലിംഗം. സ്ത്രീലിംഗാണ്. അപ്പൊ അതിന്റെ അതെന്തായിരിക്കണം? മുദക്കറായിരിക്കണം. മുദക്കറായിരിക്കണം. പിന്നെ ഈ പദങ്ങളൊക്കെ എന്തോ ആക്കണം അതിന്റെ കൂട്ടത്തില്? ജമ്മ പ്ലൂറൽ. പ്ലൂറൽ ആക്കണം. പിന്നെ പിന്നെന്താക്കണം? മജ്റൂർ കൊടുക്കണം. മജ്റൂർ ആക്കണം. ഓക്കെ, എന്നാ ഞാൻ പറയുന്നവര് വായിച്ചോളൂ കേട്ടോ. അടുത്തത് ഐഫോൺ നസീറ സയ്യാറത്തുൻ. സലാസു സയ്യാറാത്തുൻ. സയ്യാറാത്തുൻ. സയ്യാറത്തുൻ അല്ല, എങ്ങനെ വേണ്ടത്? സലാസു. അത് എങ്ങനെയാ വേണ്ടിയതല്ല. ഇത് ഇത്രയും നേരം ഇതെങ്ങനെ പറഞ്ഞുകൊണ്ട് തരുന്നത്. അതിന്റെ അതല്ല, ഈ മാതൃ 3 മാത്രം 3 എന്നുള്ള നമ്പർ മാത്രം ചേർത്താണോ പറയേണ്ടത്? ഞാൻ അതല്ല പറഞ്ഞത്. അതവിടെ നിക്കട്ടെ. നിങ്ങൾ സയ്യാറാത്ത് എന്ന് പറഞ്ഞത് ശരിയല്ല. മഅദൂദ് സയ്യാറാത്തുൻ. എന്തായിരിക്കണം? ഓക്കെ. സയ്യാറാത്തീൻ. ആ അപ്പൊ ഇവിടെ
സലാസു സയ്യാറാത്തിൻ സലാസു അഹവാത്തിൻ സലാസു അങ്ങനെ തോലിബാത്തിൻ ഓക്കെ സലാസു മജൽ അങ്ങനെ. സലാസു സയ്യാറാത്തിൻ ആ സലാസു അഖവാത്തിൻ ആ സലാസു താലിബാത്തിൻ സലാസു മജല്ലാത്തിൻ സലാസു ബനാത്തിൻ സലാസു ആ. സാഅത്തിൻ. ഇനി ഇതിലൊരു അർബാനെ വേറെ ഒരാൾ വായിക്കാം. ഇതില് അർത്ഥം കിട്ടാത്ത എന്താണ്? സയ്യാത്ത് പറഞ്ഞ കാറ് മജല്ലാത്ത് മനസ്സിലായത്. മാഗസീന് മജല്ലത്തുൻ ബഹുവചനം മജല്ലാത്തുൻ മാഗസീൻസ്. മനസ്സിലായി. ബിന്തും ജമ്മ ബനാത്ത് പെൺകുട്ടികൾ. മനസ്സിലായി. സാഅത്തുൻ ജമ്മ സാഅത്തുൻ വാച്ച്. സയ്യാർത്തുൻ ജമ്മ സയ്യാറാത്ത് കാറ്. ഉഹ്തുൻ ജമ്മ അഹ്വാത്തുൻ സഹോദരിമാർ. ഇനി അടുത്ത ഐഷ അർബായിന്റെ. അർബഉ സയ്യാറാത്തിൻ ആ അർബഉ അഖവാത്തിൻ ആ അർബഉ ത്വാലിബാത്തിൻ ആ അർബഉ മുജല്ലാത്തിൻ മുജല്ലാത്തി അല്ല മജല്ലാത്തിൻ. മജല്ലാത്തിൻ ആ അർബഉ ബനാത്തിൻ ആ അർബഉ സാആത്തിൻ. ആ ഇനി അടുത്തത് റസീന ടീച്ചർ ഹംസിന്റെ. സിത്തു സയ്യാറാത്തിൻ സിത്തു ഹംസ് ഹംസു ഹംസു സയ്യാറാത്തിൻ ഹംസു ആ അഖവാത്തിൻ ഹംസു ത്വാലിബാത്തിൻ ഹംസു മജല്ലാത്തിൻ ഹംസു ബനാത്തിൻ ഹംസു സാഅത്തിൻ. അടുത്തത് ഷാഹിന 6. സിത്തത്തു സയ്യാറാത്തിൻ നോ 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 സയ്യാറത്ത് എന്താണ്? മുഅന്നസാണ്. അപ്പൊ അതിന്റെ മദദ് എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. അപ്പൊ അങ്ങനെ പറയാ. സിത്തു ആ സയ്യാറാത്തിൻ ആ സിത്തു ആ അഹ്വാത്തിൻ ആ അഹ്വാത്തിൻ സിത്തു ത്വാലിബാത്തിൻ ആ സിത്തു മജല്ലാത്തിൻ ആ സിത്തു ബനാത്തിൻ ആ സിത്തു സാഅത്തിൻ. ആ അടുത്ത സീനത്ത് 7. സബു സയ്യാറാത്തിൻ ആ സബു അഖവാത്തിൻ ആ സബു ത്വാലിബാത്തിൻ സബു മജല്ലാത്തിൻ സബു ബനാത്തിൻ സബു സാആത്തിൻ. അടുത്തത് നസീറ 8. സമാനി സയ്യാറാത്തിൻ ആ സമാനി അഖവാത്തിൻ ഉം, സമാനി തോലിബാത്തിൻ ഉം, സമാനി മജല്ലാത്തിൻ സമാനി ബനാത്തിൻ സമാനി സാഅത്തിൻ. ആ അടുത്തത് ആമിന. ആമിന ആരപ്പ പുതിയ വന്നല്ലേ? 9. സബോ സയ്യാറാത്തിൻ 9 നമ്പർ 9. സബ് തിസ്ഉ. തിസ്ഉ സയ്യാറാത്തിൻ തിസ്ഉ അഖവാത്തിൻ തിസ്ഉ തോലിബാത്തിൻ തിസ്ഉ മജല്ലാത്തിൻ മജല്ലാത്തിൻ തിസ്ഉ ബനാത്തിൻ തിസ്ഉ സാഅത്തിൻ. ഇനി അടുത്തത് നസീറ ഐഫോൺ നസീറ 10 നസീറ ഐഫോൺ. അശ്റ 10 ആ ആ സയ്യാറാത്തിൻ ആ അശ്റ അഖവാത്തിൻ അഷ്റു അശ്റു അഖവാത്തിൻ അശ്റു ആ ത്വാലിബാത്തിൻ അശ്റു മജല്ലാത്തിൻ അശ്റു ബനാത്തിൻ അശ്റു സാഅത്തിൻ. അപ്പൊ ഇത് ഇതുവരെ ഉള്ളൂ ട്ടോ. ഇനി ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗോ? കബില വന്നാല് എന്താന്ന് പറഞ്ഞത്? അയ്യാം. കബില വന്നാൽ അതിന്റെ ശേഷം എനിക്ക് കസറ് കൊടുക്കണം. അത്രേ ഉള്ളൂ. അത് ഇതിനു മുമ്പ് പഠിച്ചതാണ്. പിന്നെ അയ്യാമിന് എന്തുകൊണ്ടാ കസറ് വരാൻ കാരണം? അവിടെ കബില സലാസത്തി അയ്യാമിന്നല്ലേ? അപ്പൊ അവിടെ കസറ് വരാൻ കാരണം എന്താ? അയ്യാമിന് കസറ് വരാൻ കാരണം എന്താ? ഇവിടെ
എന്തായാലും അങ്ങനെ വരണം. അങ്ങനെ കബില വരണമെന്ന് ഞാനിവിടെ എഴുതി കാണിച്ചു മധുര തരാം ഞങ്ങൾക്ക് ഒന്ന്. അല്ല കബില മധുരായിട്ടുണ്ട്. അല്ല, അടയ്ക്ക് ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാൻ വേണ്ടി എഴുതി കാണിച്ചു തരാം. സത്തി അയ്യാമിൻ. ഇനി നിങ്ങൾ പറയും സലാസത്തിന് കസ്റ് വരാൻ കാരണം എന്താണ്? ഖബല കബില വന്നത്. വന്നതിനോണ്ട്. കബില സലാസ് അയ്യാമിന് കസ്റ് വരാൻ കാരണം എന്താ? മധുത്ത് ഇലാഫത്ത് ചെയ്തോണ്ടാണ്. മധു ഒരാള് പറഞ്ഞ മഹദൂദ്, അടുത്ത ആളെന്താ ഇലാഫത്ത്. ഇനി വേറെ ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? അപ്പൊ എന്താണ് ഉത്തരം? ആൻസർ എന്താണ്? മഹദൂദ് അതിനോണ്ടാണ്. കാരണം എന്താണ്? ഇവിടെ സലാസത്തി അയ്യാമിൻ, ഇവിടെ മൂന്നെന്ന് എണ്ണപ്പെടുന്ന എന്തിനാണ്? യോമിനാണ്. അപ്പൊ അയ്യാമ എന്താണ്? എണ്ണപ്പെടുന്ന വസ്തുവാണ്. അപ്പൊ എണ്ണപ്പെടുന്ന വസ്തുവിന് എന്തായിരിക്കണം? മജ്റൂറായിരിക്കണം. ഇലാഫത്ത് ആയതുകൊണ്ടല്ലോ കേട്ടോ. ഇല്ല. ഇലാഫത്ത് ആയത് സലാസത്താണ് ഇലാഫത്ത് ആയത്. കബിലക്ക് ശേഷം കസ്റ് വരാൻ കാരണം അത് ഇലാഫത്ത് ആയതുകൊണ്ടാണ്. ഈ അയ്യാമിന് കസ്റ് വരാൻ കാരണം മഹദൂദ് ആയതുകൊണ്ടാണ് കസ്റ് വരാൻ കാരണം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ ടീച്ചർ, ടെസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. ഇത് ആരതാ ഒന്ന് മ്യൂട്ട് ആക്കണം എല്ലാരും. ഇനി അടുത്ത നമുക്ക് പുതിയ ചാപ്റ്റർ ജസ്റ്റ് തുടങ്ങി വെച്ചാലോ? ഇതില് പഠിച്ച പുതിയ വേർഡ്സ് എന്താ? മജല്ലത്തുൻ ജമ മജല്ലാത്തുൻ. എന്താണ് അർത്ഥം? ഇന്തോനേഷ്യ അല്ല, മാഗസീന്. ഇന്തോനേഷ്യ പറഞ്ഞാല് മാഗസീൻസ്. ഹർഫുൻ ജമ ഹുറൂഫുൻ, ലെറ്റേഴ്സ് അക്ഷരങ്ങൾ. കെലിമത്തുൻ ലെറ്റേഴ്സ് അക്ഷരങ്ങൾ. കെലിമത്തുൻ ജമ കെലിമാത്തുൻ, എന്താണ്? വാക്കുകൾ. കെലിമത്ത് പറഞ്ഞ വാക്ക്, കെലിമാത്തുൻ പറഞ്ഞ വാക്കുകൾ. ഇനി നമ്മള് ഇനി 21ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പോണത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പുതിയ കുറച്ച് വാക്കുകൾ മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നു. ഇതുവരെ പഠിച്ചതിന് എല്ലാം കൂടി ഒന്നായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഇതിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്? പുതിയതായിട്ടൊന്നുമില്ല, കുറച്ച് ന്യൂ വേർഡ്സ് മാത്രമേ പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിലൂടെ പഠിക്കാം, പുതിയ വേർഡ്സ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. അപ്പോ അദ്ദർസുൽ ഹാദി വൽ ഇശ്റൂൻ എത്രയാണ്? 21ാമത്തെ ചാപ്റ്റർ, 21ാമത്തെ ചാപ്റ്റർ. അപ്പൊ ഈ നമ്പേഴ്സിനൊക്കെ എന്താ പറയാ? ഇശ്റൂൻ അങ്ങനത്തെ ഇതിനൊക്കെ. അദ്ദർസു സാബി, അദ്ദർസു താസി, സാബി, ഹാമിസ്, ഇതിനൊക്കെ ഈ നമ്പറിനൊക്കെ എന്താ പറയാ? ഓർഡിനറി നമ്പർ എന്നാണോ ഓർഡിനറി നമ്പേഴ്സ് ആണ്. അതായത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്നാണ് പറയുക. അതിന് ഓർഡിനറി നമ്പേഴ്സ് എന്നാണ് പറയാം. അപ്പൊ നമുക്ക് തുടങ്ങാം. മദ്രസ, ഇതിൽ നിങ്ങളാണ് കേട്ടോ എനിക്ക് അർത്ഥം പറഞ്ഞു തരുന്നത്. ഇതില് ന്യൂ വേർഡ്സ് ഞാൻ പറഞ്ഞുതരും. ഇത് ഇതുവരെ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തിന്റെ ഒരു ഇതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞുതരാം. മദ്രസത്തി എന്താണ്? എന്റെ സ്കൂള്. എന്റെ സ്കൂൾ, മൈ സ്കൂൾ. മദ്രസത്തി എന്റെ സ്കൂൾ. അപ്പൊ ഹാദിഹി മദ്രസത്തി, ഇത് എന്റെ സ്കൂളാകുന്നു. ഇത് എന്റെ സ്കൂൾ ആകുന്നു. ദിസ് ഈസ് മൈ സ്കൂൾ, ഇത് എന്റെ സ്കൂൾ ആകുന്നു. ഹിയ ഖരീബത്തും മിനൽ മസ്ജിദി, ഹിയ ഖരീബത്തും മിനൽ മസ്ജിദി. ഇത് ഇതെന്നല്ല, അത് ഇവിടെ ഹിയ അത് പള്ളിയുടെ അടുത്താണ്. പള്ളിയോട് അടുത്താണ്, പള്ളിനോട് അടുത്താണ്. ഹിയ ഖരീബത്തുൻ. നമ്മൾ പറഞ്ഞേ നമ്മൾക്ക് ഹിയക്ക് എന്തൊക്കെ, ഹിയക്കും ഹുവക്കും എന്താർത്ഥം ഉണ്ട്? ഹീനും ഷീനും പിന്നെ എന്തുണ്ട്? ഇറ്റു എന്നുള്ള അർത്ഥവും ഉണ്ട്. ഇറ്റുന്ന് എപ്പോഴും നമ്മളെ ഉപയോഗിക്കുക? നമ്മളെ ജീവനില്ലാത്ത ഒരു സാധനത്തിന്റെ കൂടെ ഉപയോഗിക്കുമ്പോ എന്താ പറയും? ഇറ്റെന്ന് അർത്ഥം ഉപയോഗിക്കും. അവൾ അവനെ ഉപയോഗിക്കുമ്പോ മനുഷ്യന്മാരുടെ കൂടെ. ഓക്കെ, അപ്പൊ ഇവിടെ ഹിയ എന്നുള്ളത് ഇവിടെ പള്ളി അല്ല മദ്രസേനാണ് സ്കൂളിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്? അത് ഖരീബത്തുൻ അടുത്താണ്. മിനൽ മസ്ജിദ് പള്ളിനോട് അടുത്താണ് അത്. അടുത്തത് ഹിയ മദ്രസത്തുൻ കബീറത്തുൻ. ഹിയ മദ്രസത്തുൻ പള്ളിയാണ്. മദ്രസത്തുൻ മദ്രസത്തുൻ വലിയ സോറി വലിയ സ്കൂളാണ്. അത് വലിയ സ്കൂളാകുന്നു. അപ്പൊ എനിക്ക് ഇവിടുത്തെ ഗ്രാമറോ നിങ്ങൾക്ക് പറഞ്ഞേരി. ഹിയ മദ്രസത്തുൻ കബീറത്തുൻ. സിഫ
മൗസൂഫുണ്ട്. ഹിയ എന്നല്ല, ഹിയ എന്താണ് ഹിയ? ഹിയ മുബ്തദ, ഹിയ മുബത്തത്, മദ്രസത്തുൻ മദ്രസത്ത്, ഖബർ, ഖബർ. ഹബറ്, കബീറത്തുൻ കബീറത്ത്, സിഫ, അതിന്റെ മദ്രസത്തിന്റെ സിഫത്ത്, നാമവിശേഷണം. ശതം. നമ്മളതിന്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വലിയ സ്കൂളാകുന്നു. അപ്പൊ അത് എന്നുള്ളത് എന്താണ്? ഹിയ എന്നുള്ളത് മുബത്തത്, മദ്രസത്ത് എന്നുള്ളത് ഹബറ്, കബീറത്ത് എന്നുള്ളത് സിഫ, നാമവിശേഷണം. അടുത്തത് ലഹ സലാസത്തു അബവാബിൻ. അബുവാബിൻ, ലഹ സലാസത്തു അബുവാബിൻ. അതിനുണ്ട് അതിനുണ്ട് വാതിലും. 3 വാതിലുകൾ. 3 വാതിലുകളുണ്ട്. അപ്പൊ ഇവിടെ ലഹ വരാൻ കാരണം എന്താണ്? മദ്രസത്തിൽ സ്ത്രീലിംഗമായതുകൊണ്ട്. ഇവിടെ ലഹ എന്ന് ഉദ്ദേശിക്കുന്നത് ലൊമീർ എന്തിലൊക്കെ മദ്രസനെയാണ് സ്കൂളിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്കൂൾ എന്താണ് ഇവിടെ? മുഅന്നസാണ്. അപ്പൊ അതുകൊണ്ടാണ് ലഹ എന്ന് ഉപയോഗിച്ചത്. ഇനി ഇവിടെ പള്ളിയിലാണെങ്കിലും സൂചിപ്പിക്കുന്നത്, ഇവിടെ മസ്ജിദിനെ ആണെങ്കിലും സൂചിപ്പിക്കുന്നത് അവിടെ എന്താ വരാ? ലഹു. 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 കാരണം മസ്ജിദ് എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. അപ്പൊ ഇവിടെ മദ്രസത്തിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ലഹ സലാസത്തു അബ്വാബിൻ, അതിന് 3 വാതിലുകൾ ഉണ്ട്. അല്ല, 3 വാതിലുകൾ. അബുവാബുഹ, അതിന്റെ വാതിലുകൾ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മദ്രസ എന്ന് ഉപയോഗിക്കുമ്പോ ഗേറ്റ് എന്ന് ഉദ്ദേശം വരും കേട്ടോ. ഗേറ്റ്. അബുവാബുഹ, അതിന്റെ ഗേറ്റുകൾ. മഫ്തൂഹത്തുൻ, തുറക്കപ്പെട്ടതാണ്. അൽ ആന, ഇപ്പോൾ. അതിന്റെ ഗേറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ വാതിലുകൾ ഇപ്പോൾ തുറക്കപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? ഫിൽ മദ്രസത്തി ഫുസൂലുൻ കസീറത്തുൻ. ഫിൽ മദ്രസത്തി ഫുസൂലുൻ കസീറത്തുൻ. ഫിൽ മദ്രസത്തി ഫിൽ മദ്രസത്തി സ്കൂളിലുണ്ട്. ഫുസൂലുൻ കസീറത്തുൻ. കുറെ ക്ലാസ്സുകളുണ്ട്. ധാരാളം ക്ലാസ്സുകൾ. ധാരാളം ക്ലാസ് റൂമുകളുണ്ട് ഈ മദ്രസയിൽ. അടുത്തത് ഹാദ ഫസ്ലുന. ഇത് ഞങ്ങളുടെ ക്ലാസ്. ഇത് ഞങ്ങളുടെ ക്ലാസ്. ഇത് ഞങ്ങളുടെ ക്ലാസ് റൂം ആകുന്നു. വഹുവ ഫസ്ലുൻ വാസിഉൻ. അത് വിശാലമായ ക്ലാസ് ആണ്. അപ്പൊ ഇവിടെ വാസ്യു എന്നുള്ളത് ന്യൂ വേർഡാണ്. വാസ്യു എന്ന് പറഞ്ഞാല് വൈഡ്, വിശാലമായത്, വിശാലമായ. വഹുവ ഫസ്ലുൻ വാസിഉൻ, അതെന്താണ്? വിശാലമായ ക്ലാസ് റൂം ആകുന്നു. അപ്പൊ ഇവിടെ ഹുവ എന്ന് വരാൻ കാരണം എന്താണ്? ഫസ്ലിനെയാണ് ഇവിടെ സൂചിക. അപ്പൊ ഫസ്ൽ എന്താണ്? മുദക്കറാണ്. അതുകൊണ്ടാണ് ഹുവ വന്നത്. അത് വിശാലമായ ക്ലാസ് റൂം ആകുന്നു. അടുത്തത് ഫീഹി നാഫിദത്താനി കബീറത്താനി. ഇതിലുണ്ട് അതിലുണ്ട് 2 വലിയ ജനലുകളുണ്ട്. 2 വലിയ ജനലുകളുണ്ട്. അപ്പൊ ഇവിടെ നാഫിദത്താനി കബീറത്താനി എന്താണ് ഇവിടെ? സിഫത്തു മൗസൂഫു. മൗസൂഫു സിഫത്തു. നാഫിദത്താനിന്റെ സിഫത്താണ് എന്ത്? കബീറത്ത്. നാമവിശേഷനാണ് എന്ത്? കബീറത്താനി. ഫീഹി, അതിലുണ്ട് നാഫിദത്താനി കബീറത്താനി, 2 വലിയ ജനലുകൾ ഉണ്ട്. അടുത്തത് വ ഫീഹി മകാതിബു വ കറാസിയു. മേശകൾ, അതിലുണ്ട് മേശകളും ചെയറുകളും ഉണ്ട്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാ മക്കാത്തിബിനും കറാസിനും തെൻവീൻ ഇല്ലാത്തത്? മഫായിലു പാറ്റേൺ ആണ്. അതെന്ത് പാറ്റേണിൽ വരുന്നതാണ്? മഫായില് പാറ്റേണിൽ വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മഫായില് പാറ്റേണിൽ വരുന്നതിന് എന്തുണ്ടാവില്ല? തെൻവീന് കളയപ്പെടും. അഥവാ തെൻവീന് കളയപ്പെടും. അപ്പൊ ഇത് മക്കാത്തിബും കറാസിയും ഒക്കെ ഏത് പാറ്റേണിലാണ്? മഫായില് പാറ്റേണിലാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ തെൻവീന് കളയപ്പെടും. അപ്പൊ വഫീഹി, അതിലുണ്ട് മക്കാത്തിബു, മേശകളും, വ കറാസിയോ, കസേരകളും. കുർസിയും ജമ്മാണ് കറാസിയോ. മക്തബുൻ ജമ്മ മക്കാത്തിബു. അടുത്തത് വഫീഹി സബൂറത്തുൻ കബീറത്തുൻ. വലിയ ബോർഡ് അതിലുണ്ട്. ബ്ലാക്ക് ബോർഡ്. ഇതിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ നമ്മള് ഫീഹി സബൂറത്തുൻ കബീറത്തുൻ. അർത്ഥങ്ങൾ എന്താ പറഞ്ഞത്? വലിയ ബ്ലാക്ക് ബോർഡ്. വലിയ ബ്ലാക്ക് ബോർഡ്.
അതില് അപ്പൊ ഇവിടെ ഒരു എന്ന് പറയണം. ഇവിടെ എന്താണ് ഫീഹി സബൂറത്തുൻ കബീറത്തുൻ. ഇവിടെ സബൂറത്ത് എന്താണ്, ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ? അഥവാ അല്ലുണ്ട്, പറഞ്ഞേ ഉള്ളൂ. ഇല്ല. ഇൻഡെഫിനിറ്റ് അല്ലേ? ഇത് അല്ലില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, അവിടെ അർത്ഥം പറയുമ്പോ ഒരു എന്ന് പറയണം. അവിടെ ഒരു വലിയ ബ്ലാക്ക് ബോർഡ് ഉണ്ട്. ഉണ്ട്. അവിടെ അല്ല് വന്നിട്ടാണെങ്കിൽ നമ്മൾ ഒരു പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ എന്തില്ല, അല്ലില്ല. അപ്പൊ അവിടെ എന്ത് പറയണം, ഫീഹി സബൂറത്തുൻ കബീറത്തുൻ. അതിൽ എന്തുണ്ട്, വലിയ ഒരു വലിയ ബ്ലാക്ക് ബോർഡ് ഉണ്ട്. ഒരു വലിയ ബ്ലാക്ക് ബോർഡ് ഉണ്ട്. അടുത്തത് ഹാദാ മക്തബുൽ മുദദ്ദിസി. ഹാദാ മക്തബുൽ മുദദ്ദിസി. അത് അധ്യാപകന്റെ മേശ. അതെന്നാണ് മേശയാണ്. പറയാ, അതെന്നാണ് പറയാ. ഇത് 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 അധ്യാപകന്റെ മേശയാണ്. ഇത് അധ്യാപകന്റെ മേശയാണ്. വദാക കുർസിയുഹു. അപ്പൊ ദാക്ക എന്നുള്ളത് എന്താണ് പറയാ, ദാലിക്കാന്നുള്ളതിനാണ് എന്ത് പറയാ, ദാലിക്ക. കറക്റ്റ്, രണ്ടിനും ഒരേ മീനിങ് ആണ്, രണ്ടും ഉപയോഗിക്കാം. നമുക്ക് അവിടെ ദാക്കാന്ന് ഉപയോഗിക്കാം, ദാലിക്കാന്ന് ഉപയോഗിക്കാം. ദാലിക്ക എന്നുള്ളതിന്റെ അതേ യൂസേജ് ആണ് എന്ത്, ദാലിക്ക എന്നുള്ളതിന്റെ. അപ്പൊ നമുക്ക് ഇവിടെ ദാലിക്കയും നമുക്ക് ദാലിക്കന്റെ സ്ഥാനത്ത് ദാക്കാന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദാലിക്കാന്ന് ഉപയോഗിക്കാം. രണ്ടിനും ഒരേ അർത്ഥമാണ്, ഒരേ യൂസേജും ആണ്. ഓക്കെ, ദാലിക്ക എന്നുള്ളതിന്റെ പകരമാണ് എന്ത് ഉപയോഗിക്കുക, ദാക്ക. രണ്ടും ഉപയോഗിച്ചാലും ശരിയെന്നാണ്. അർത്ഥത്തിലും ഒന്നിലും വ്യത്യാസം വരില്ല. രണ്ടും ഒരേ അർത്ഥമാണ്, രണ്ടും ഒരേ യൂസേജ് ആണ്. വദാക്ക കുർസിയുഹു. അർത്ഥം എന്താണ്, അത് അദ്ദേഹത്തിന്റെ കസേരയാണ്. അത് അദ്ദേഹത്തിന്റെ കസേരയാണ്. വതിൽക മകാതിബു തുല്ലാബി. അത് വിദ്യാർത്ഥികളുടെ മേശയാണ്. മേശകളാണ്. മേശകളാണ്. വകറാസിയുഹും. അവരുടെ കസേരകളും. ഇനി ഞാൻ അടുത്ത ചോദിക്കുന്നത്, ഇവിടെ എന്തോടെ തിൽക്ക വരാൻ കാരണം? മക്കാത്തിബ് എന്തായിരുന്നോണ്ടാ? സ്ത്രീ ഇതല്ലേ ബഹുവചനം ഐറോക്ക് എങ്ങനെ ബുദ്ധിയില്ലാത്ത ബുദ്ധിയില്ലാത്ത ബഹുവചനത്തിന് സൂചിപ്പിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക, സ്ത്രീലിംഗം ഏകവചനം. സ്ത്രീലിംഗ ഏകവചന ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുക. അഥവാ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പുല്ലിംഗ അല്ല, ബഹുവചനത്തെ, ബുദ്ധിയില്ലാത്ത ബഹുവചനത്തെ സൂചിപ്പിക്കാൻ എന്താ ഉപയോഗിക്കുക, സ്ത്രീലിംഗ ഏകവചനത്തെ സൂചിപ്പിക്കുന്ന അടയാളമാണ് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് സൂചിപ്പിക്കുക. അപ്പൊ ഇവിടെ തിൽക്ക മക്കാത്തിബു തുല്ലാബി, അത് എന്താണ്, വിദ്യാർത്ഥിനികളുടെ മേശകളാകുന്നു. അപ്പൊ ഇവിടെ മക്കാത്തിബു തിൽക്കന്റെ കഴിഞ്ഞ ഇവിടെ മക്കാത്തിബു തുല്ലാബി, വിദ്യാർത്ഥികളുടെ. അപ്പൊ മക്കാത്തിബു തുല്ലാബി എന്താണ്, മക്കാത്തിബു തുല്ലാബി ഇലാഫത്താണ്. മക്കാത്തിബ് മുലാഫും തുല്ലാബും മുലാഫിലേക്കും. കറാച്ചിയും അവരുടെ കസേരകളും. മക്തബുൽ മുദദ്ദിസി കബീറുൻ. മക്തബുൽ മുദദ്ദിസി കബീറുൻ. അർത്ഥം, അധ്യാപകന്റെ മേശ വലുതാകുന്നു. മക്കാത്തിബു തുല്ലാബി സ്വഈറത്തുൻ. വിദ്യാർത്ഥികളുടെ മേശകൾ ചെറുതുമാകുന്നു. അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ, മക്തബുൽ മുദദ്ദിസി പറഞ്ഞാൽ എന്താണ് ഗ്രാമർ, വ്യാകരണ നിയമം? മക്തബുൽ മുദദ്ദിസിക്ക് ഇലാഫത്ത്. കബീർ എന്നുള്ളതോ ഹബർ. മക്തബുൽ മുദദ്ദിസി അധ്യാപകന്റെ മേശ കബീറുൻ വലുതാകുന്നു, ഹബറാണ്. അപ്പൊ ഇതിന് മുമ്പത്തത് ഇവിടെ മക്തബാണ്. അവിടെ മക്തബിന് എന്തുകൊണ്ട് അല്ല ഇല്ലാത്തത്? മുബത്തതിന് അല്ല വേണമെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് അല്ല ഇല്ലാത്തത്? അതും അതന്നെ, മുലാഫ് ആയതുകൊണ്ടാണ് അവിടെ അല്ലില്ലാത്തത്. മുലാഫിന് എന്ത് പറ്റൂല, അല്ല് പറ്റൂല. അതുകൊണ്ടാണ് മുതദിന് അവിടെ അല്ലില്ലാത്തത്. ഇനി അഥവാ മക്കാത്തിബ് തുല്ലാബി സ്വഈറത്തുൻ. വിദ്യാർത്ഥിനിയുടെ മേശകൾ എന്താണ്, ചെറുതാകുന്നത്. സെയിം അതന്നെ. മക്കാത്തിബ് എന്താണ്,
മുലാഫു ആണ്, അതിനോടൊപ്പം എന്താണ് മുബത്തദും ആണ്. തുല്ലാബ് എന്താണ് മുലാഫ് ഇലൈഹി, സോയിറത്ത് എന്നുള്ളത് എന്താണ് ഖബർ മക്കാത്തിബിന്റെ ഹബർ. ഖബറാണ്. സോയിറത്തുൻ ചെറുതാക്കും. ഇവിടെ നിർത്തിയാലോ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുത്താലോ? ഓക്കെ. നിങ്ങൾ ഹോംവർക്ക് ഒക്കെ കൃത്യമായിട്ട് ഒന്ന് എഴുതി അയക്കണേ. ആ ഓക്കെ. ഇപ്പൊ ആൾക്കാരെ എണ്ണങ്ങൾ കുറഞ്ഞ് വരുന്നുണ്ട് ഹോംവർക്ക് അയക്കണേന്റെ. അപ്പൊ അതിന് പറ്റൂല, എല്ലാരും എഴുതി അയച്ചു തരണം, എന്നാലല്ലേ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല ഒന്നുകൂടെ ചെക്ക് ചെയ്യാനുണ്ട് എന്ന് എഴുതിയുള്ളൂ. എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതൊന്നും കൂടി ഒന്ന് എഴുതി കാണിച്ചു തരുമോ? റക്കാത്തുൻ റക്കാത്ത്, നിങ്ങള് റക്കാത്ത് എഴുതിയത് എങ്ങനെ? സോറി, അതായത് ഞാൻ ഫതഹ ഇട്ടത്, റക്കാത്തുൻ നിങ്ങൾ ഇട്ടത് ഇങ്ങനെയല്ലേ? നിങ്ങൾ എഴുതിയത് ഇങ്ങനാണ്. ശരിക്കും റക്കാത്ത് എഴുതേണ്ടത് കാഫിന്റെ മേലെ എന്താണ് സുക്കൂൻ ഇട്ടിട്ടാണ് എഴുതേണ്ടത്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചതാ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടല്ലോ. മായ്ക്കട്ടെ, ജമ്മില് ഫതഹയാണ് ടെക്സ്റ്റ് ബുക്കില്. നോക്കട്ടെ. എഴുത്തില്ലാത്ത ഭാഗത്ത് എഴുതോ? ഈ സൈഡില് റക്കാത്തുൻ ജമ്മ് റക്കാത്തുൻ ആണോ റക്കാത്തുൻ ആണോ? അതേപോലെ അതിന്റെ മുമ്പത്തെ പേജില് രണ്ടെണ്ണത്തിന് റക്കാത്താനി ആണോ അതോ റക്കാത്താനി? ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇത്. അത് ബഹുവചനത്തിന് ഫത്തഹ കേട്ടോ, ഞാൻ മാറിപ്പോയതാ ഇട്ടത്. ഫത്തഹ ഉണ്ട്, പക്ഷെ ഏകവചനം എഴുതുമ്പോ കാഫിന് സുക്കൂന്. ഞാൻ അവിടെയും ഫത്തഹ തന്നെ എഴുതിയ. അത് ഞാൻ രണ്ടെണ്ണത്തിന് തിരുത്തി തന്നിട്ടുണ്ടാവല്ലോ. ബഹുവചനത്തിന് മാത്രല്ല തിരുത്തിയത്? അല്ല, രണ്ടും തിരുത്തി. രണ്ടും തിരുത്തിയാല് ബഹുവചനത്തിന് മാത്രമേ തെറ്റിട്ടുള്ളൂ. ഞാൻ തിരുത്തിയത് തിരുത്തിയത് രണ്ടും തിരുത്തി. അല്ല, അതുപോലെ അതിന്റെ മുമ്പത്തെ പേജിലും അവിടെ എന്തായിരുന്നു? എവിടെ? അതിന്റെ മുമ്പത്തെ പേജ് 103 രണ്ടാമത്തെ ആക്ടിവിറ്റി സ്വലാത്തുൽ ഫജിരി. അവിടെ കാഫിന് സുക്കൂനാണ്. റക്അത്താനി അയിന് ഫതഹ. അയിന് ഫതഹു, കാഫിന് സുക്കൂനും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. ശരി, ഞാൻ നിർത്തല്ലേ? السلام عليكم ورحمة الله وبركاته. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.